നമസ്കാരം, നമ്മളുടെ മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ മറ്റൊരു രാജ്യക്കാർ അധികമായി ഉണ്ടാക്കി വരുന്ന ഒരു തരത്തിലുള്ള ഒരു ചിക്കൻ കറി. അതാണ് നേപ്പാളി സ്റ്റൈലിലെ ചിക്കൻ കറി. ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന 2014 കേട്ടോ. 2014 ഞാൻ ഷാർജയിൽ താമസിക്കുമ്പോൾ എനിക്കൊരു നേപ്പാളി ഫ്രണ്ടാണ് ഇങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി തന്നത്. അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കാരണം അന്നോട്ടേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അതിപ്പം കൊല്ലങ്ങൾക്ക് ശേഷം ഏകദേശം ഇപ്പോൾ 2020 അതായത് 10 വർഷത്തിന് ശേഷമാണ് ഇത് ശരിക്കും നമ്മൾ വീട്ടിലൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അൻസുനൊപ്പം. ഇത് നമ്മളുടെ ചിക്കൻ കറിയെക്കാട്ടിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. റെസിപ്പി വളരെ ഫാസ്റ്റാണ്, ഈസിയാണ്. ഇതിന് വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻസ്: 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, കൊറിയൻഡർ ഫ്രഷ് കൊറിയൻഡർ ലീവ്സ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഗാർലിക് അതായത് ഇന്ത്യൻ ഗാർലിക്കാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, പിന്നെ ചില്ലി അധികം സ്പൈസി ആവാത്തതുകൊണ്ട് വേണ്ടാത്തതുകൊണ്ട് ഒരെണ്ണം, ഗാർലിക്ക്, ജിഞ്ചർ പേസ്റ്റ്, പിന്നെ ഇത് നമ്മളുടെ കുക്കിംഗ് ഓയിൽ. ഒരു പാനാണ് വെച്ചിരിക്കുന്നത്, നോൺ സ്റ്റിക്ക് തന്നെ എടുക്കണം. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. 2 അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. ഓക്കെ, എണ്ണയാണ് ഇതിൻ്റെ മസ്റ്റ് സാധനം. ഇതിൽ കടുകിടുന്നില്ല, വേറെ പരിപാടികളൊന്നുമില്ല. ഹോൾ സ്പൈസസ് എല്ലാം ഇടുന്നുണ്ട്, ഇച്ചിരിച്ചിട്ട്. അതേപോലെ തന്നെ സിനമൺ. അടുത്തായിട്ട് നമ്മൾ കോഴീനെ ഇടുന്നുണ്ട്. വെള്ളത്തിന് കോഴി മാറുന്നതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് അത് കുക്കാവും. അടുത്തായിട്ടുള്ളത് ജീരകം, ചെറിയ ജീരകം, ഈ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള കോഴി നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ഇടാൻ പോകും. സവാള അധികം ഉള്ളി ഇടണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ടുള്ളൂ. അതായത് 3 എടുത്തായിരുന്നു, 2 ഇടുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയാണ്. ഇതിനകത്ത് നമ്മൾ ചതച്ചെടുത്ത ഗാർലിക്, ജിഞ്ചർ, ചേർക്കുന്നത്. ഇനി ഇതിനെ കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കനുമായിട്ട് മിക്സ് ആക്കി. ഇത്ര നേരമായിട്ട് ഞാൻ ചിക്കനുമായിട്ട് മിക്സ് ആക്കി. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം കൂടെ ഇളക്കി അങ്ങോട്ട് മറയ്ക്കണം. അതായത് കോഴിയുടെ കളർ ഉണ്ടാവും, ഒരു ബ്രൗൺ, ഈ ഒരു സംഭവമായിട്ട് വേണം. വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. 2 നടുക്കൂടെ മുറിച്ച ടൊമാറ്റോ 1/2. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യണം, പാത്രം വെച്ചിട്ട് അടച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേനും അത് സെറ്റ് ആയിട്ട്. അതായത് ഇത് കേട്ടോ, ഇതിങ്ങനെ തൊലി ഇളകി വരും. അൻസു കൈയിട്ടോണ്ട് ഞാനും കൈയിട്ടെന്ന് പറയും. നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് നെക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേന് ശരിയായി. മാഷത്തിലേക്ക് ഒരു ആനിമലെന്ന് ചേട്ടൻ പറയാൻ പറഞ്ഞതുകൊണ്ട് മാത്രമേ പറഞ്ഞ് ബാത്റൂമിൽ കേൾക്കണ്ട. സ്പൂണോളം മുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം കൊറിയാൻഡർ പൗഡർ, a pinch of ജീരക മസാല പ്ലസ് നമ്മുടെ കോഴി മസാല 1/2 ടീസ്പൂൺ. അങ്ങനെ നമ്മുടെ കോഴി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ കൊറിയൻഡർ വിതറുകയാണ്. ഇഷ്ടം മാതിരി ഇടാൻ കേട്ടോ, ഇഷ്ടമുള്ളവർക്ക്. അങ്ങനെ നമ്മുടെ കോഴി റെഡി ആയിട്ടുണ്ട്. പുതിയ സ്റ്റൈലിലെ കോഴി, നേപ്പാളി സ്റ്റൈൽ കോഴിക്കറി. ചൂട് വെള്ളച്ചോറ്, അതായത് ബാസ്മതി റൈസിൻ്റെ കൂടെ ഈ ചിക്കൻ അങ്ങോട്ട് പിടിപ്പിച്ചാണ്ടല്ലോ, അടിപൊളിയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒരിക്കലും അവസാനിക്കുന്നില്ല. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും വരും വരെ